എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പൊന്നു വാതിരാസ് കർക്കിടക സീരീസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാം കൊണ്ടും ശരീര സൗന്ദര്യ സംരക്ഷണത്തിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സീരീസിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയുള്ളൂ. അതുകൂടാതെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടന്റിലോട്ട് വരാം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ശരീരം മുഴുവൻ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ഒരു കിടിലൻ എണ്ണയാണ് ഇത്. ചെറിയ കുട്ടികൾക്ക് തുടങ്ങി മുതിർന്ന ആൾക്കാർക്ക് വരെ തേച്ച് കുളിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയം രാവിലെ 6 മണി അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം എന്നുള്ളതാണ്. മെയിൻ കാര്യം ഇത് തേച്ചിട്ട് കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെയിൽ കൊള്ളരുത് എന്നുള്ളതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. 1 ലിറ്ററോളം വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മഞ്ഞ കളറ് നമ്മൾ മഞ്ഞൾ ശരിയാക്കിയതിൻ്റെയാണ് കേട്ടോ. 1 ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയ കടയിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എണ്ണയൊക്കെ എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നല്ലെണ്ണ 1 ലിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ലിറ്ററോളം മിൽമയുടെ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മിൽമയുടെ നെയ്യാണ് ഞാനിവിടെ ഉപയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ നല്ല നാടൻ നെയ്യൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ ഈ ഒരു ബൗളിൽ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവയുടെ കണക്കാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു കൈക്കുമ്പിളിൽ കൊള്ളുന്ന ഉലുവ 2 തവണയായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു 5 പീസ് മഞ്ഞളുടെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിവിടെ പച്ച മഞ്ഞളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് മഞ്ഞളുടെ അളവ് കുറച്ചുകൂടെ കൂട്ടാം കേട്ടോ. അപ്പം ഈ ഇടയൊക്കെ പുതിയതായിട്ട് കുട്ടികളൊക്കെ വലിയ കുട്ടിയാവില്ലേ, പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾ, പ്രസവം കഴിഞ്ഞവർ, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് ഉള്ള ആൾക്കാർക്ക് ഒന്നുകൂടെ ദേഹമൊക്കെ ഒന്ന് പിഗ്മെൻറ്റേഷനൊക്കെ മാറണമെന്നുണ്ട് മഞ്ഞളുടെ കണ്ടൻറ്റ് കൂട്ടാം. പിന്നെ ഇത്രയും എലോവേര ഞാൻ എടുത്തിട്ടുണ്ട്. ആ എലോവേര എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എലോവേര ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ ലീഫാക്കി എടുക്കുക. ലീഫാക്കി എടുത്തിട്ട് നമ്മൾ കേടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് കുറച്ച് നേരം വെക്കുക. ഇങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു മഞ്ഞ ജെല്ല് വരാനുണ്ട്. ആ മഞ്ഞ ജെല്ല് നമ്മുടെ സ്കിന്നിന് തട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ചൊറിയും. അതുപോലെ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതൊക്കെ നല്ലതാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യരുത്. ഓക്കെ, ഇനി നമ്മളിത് എങ്ങനെയാണ് എടുക്കാമെന്നാണ് ഞാൻ കേട്ടോ കാണിക്കുന്നത്. അധികം പേർക്കും അറിയുമായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ശരി, അപ്പോൾ ഈ ഒരു കറ്റാർ വാഴയുടെ ഈ ഒരു ഭാഗത്തുള്ള പച്ച ആ തൊലി ഉണ്ടല്ലോ, ആ പച്ച തൊലി നന്നായിട്ട് ചെത്തിയെടുക്കണം. ഈ പച്ച തൊലി നമുക്ക് സ്കിന്നിനെ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അധികം പേർക്കും അലർജിയാണ്. എനിക്ക് ഈ സ്കിന്നിൽ ഇത് തട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചൊറിച്ചിൽ വരാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഭാഗം നമ്മൾ ചെത്തിയെടുത്തതിന് ശേഷം ഒരു സ്പൂണോ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് ആ നല്ല വൈറ്റ് ജെല്ല് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ പച്ചത്തൊലി ഒരു കാരണവശാലും നിങ്ങൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ചെറിയൊരു പീസ് പച്ച വന്നതുണ്ടോ, അപ്പോൾ നമ്മളത് കത്തി വെച്ചിട്ട് ചെത്തിക്കളയാം. അപ്പോൾ അത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇടരുത്. ചില ആൾക്കാർക്ക് സ്കിന്നിന് അത് അലർജി ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു മഞ്ഞ ലിക്വിഡ് ഇതിനകത്തുനിന്ന് വരും. ആ മഞ്ഞ ലിക്വിഡും നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. നിങ്ങൾ കറികളൊക്കെ അരയ്ക്കാൻ എടുക്കുന്ന ജാറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. സോപ്പൊക്കെ ഇട്ട് കഴുകുക കേട്ടോ. അപ്പോൾ ഈ ഒരു ജാറിനകത്തേക്ക് നമ്മൾ എലോവേരയുടെ വൈറ്റ് ജെല്ല് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് തന്നെ നമ്മൾ മഞ്ഞളും ഈ ഒരു 4-5 കഷ്ണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല അടിപൊളി കിടിലൻ മാംഗോ ജ്യൂസ് പരുവത്തിലായി കിട്ടും എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ മാംഗോ ജ്യൂസ് അല്ലാന്ന് ആരും പറയില്ല എന്നുള്ളതാണ് കേട്ടോ. എനിവേ, അപ്പോൾ ഇത് ഇങ്ങനെയായി കിട്ടും. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കട്ടിയുള്ള നല്ല ഒരു അടിപൊളി പാത്രം വേണം വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയാണ്, ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇത്രയും വലിയ പാത്രം ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ നമ്മൾ ഒന്ന് ചൂടാക്കി, ചട്ടി ഒന്ന് ചൂടായി അതിനകത്ത് ഈ ഒരു പാത്രത്തിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തി ഒരു തുണിയൊക്കെ വെച്ച് തുടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് എണ്ണയും വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എണ്ണ ശരീരത്തിന് ചില ആൾക്കാർക്ക് സ്കിന്നിന് സൂട്ടാവാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതി. ഇനി വെളിച്ചെണ്ണ സൂട്ടാവാത്തവർക്ക് എണ്ണ മാത്രം ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഇനി നിങ്ങളുടെ കയ്യിൽ വല്ല സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഓയിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇത് എല്ലാവർക്കും ഈസിലി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുക. ഇപ്പോൾ തണുപ്പുള്ള സമയമല്ലേ, അപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കും. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എലോവേരയും മഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഈ എണ്ണയിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എണ്ണ ഒട്ടും തന്നെ ചൂടായിട്ടില്ല. നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് ചൂടായതിന് ശേഷം തീ സിമ്മിലിടുക. തീ സിമ്മിലിട്ടതിന് ശേഷം മാത്രമാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഭയങ്കര കത്തി നിൽക്കുന്ന ചൂടുള്ള പാത്രത്തിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. അതെല്ലാം കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ഒരു ചീറ്റൽ പോലെ പുറത്തോട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നമ്മൾ നല്ലൊരു നീളമുള്ള നമ്മളിവിടെ ഈ ഇതിന് കോരി എന്നും കയ്യിലെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നെയ്യ് ഇങ്ങനെ കട്ട കട്ട വരുന്നത് പോലെ. അത് ചൂടാവുന്ന സമയത്ത് ആ നെയ്യിൻ്റെ ആ കട്ടയെല്ലാം ഉടഞ്ഞ് അത് ഒരേ ഒരു ലിക്വിഡായിട്ട് മാറുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തരി തരി പോലെ മഞ്ഞ കളറിൽ കാണുന്നത് നമ്മുടെ മഞ്ഞളാണ്. ആ മഞ്ഞളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളിലാണെങ്കിലും എലോവേരയിലാണെങ്കിലും ഇതെല്ലാം കൂടി അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നമ്മളൊരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുക. ഇനി ഈ രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ തുല്യമായിട്ട് ഒരൊറ്റ എണ്ണയാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തീ നിങ്ങൾ കൂട്ടിയിടാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും നിങ്ങൾ തീ കൂട്ടിയിടരുത്. നിങ്ങൾക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്ഷമയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ വന്നിട്ട് ഇത് പെട്ടെന്ന് ചെയ്തിട്ട് പോവാം എന്ന് വിചാരിക്കരുത്. മൂന്നാമത്തെ കാര്യം, ഈ എണ്ണ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് രാത്രി സമയത്ത് ഉണ്ടാക്കുന്നതാണ്. രാത്രി സമയത്താകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ പണികളും ഒന്ന് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വീട് മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും. ഈ ഉലുവയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ രാത്രി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് പിറ്റത്തെ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഒരു പരിധി വരെ നമ്മളത് അങ്ങ് അടിച്ചു വാരുകയും തുടയ്ക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ സ്മെല്ലങ്ങ് പൊക്കോളും. രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട് മൊത്തം ആ ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതുപോലെയൊക്കെ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ആരെയും കാണിക്കാതെ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഒന്നും മുന്നിൽ ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ ആ രീതിയിലൊക്കെയാണ് ഫോളോ ചെയ്തുകൊണ്ട് ആർക്കും ഷെയർ ചെയ്തൊന്നും കൊടുക്കില്ല ഒരാൾ ചെയ്യുന്ന കാര്യം. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മമ്മയൊക്കെ ആണെങ്കിൽ എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആരെയും അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എനിവേ, അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സ്പീഡ് ഞാൻ കുറച്ച് നോർമൽ ഉള്ള സ്പീഡ് തന്നെയാണ് കാണിക്കുന്നത്. സ്പീഡ് കൂട്ടി വെക്കുമ്പം ചില ആൾക്കാരുടെ വിചാരം ഇത് പെട്ടെന്ന് അങ്ങ് ആവുന്നതാണ്. ഒരിക്കലുമല്ല. ഇതിന് ഒരു സമയമുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം വരും ഈ ഒരു എണ്ണ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്ഷമ വേണം, പിന്നെ സമയം എടുത്ത് ചെയ്യുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എണ്ണയെക്കാളും എത്രയോ ഗുണം ചെയ്യും ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഉപയോഗിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കും ഡെലിവറി കഴിഞ്ഞവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിലൊരു സംശയം വേണ്ട. ഇതിപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് തേക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടാവും. അത് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ എണ്ണ അങ്ങനെ ഒരു ദോഷം ചെയ്യുന്ന എണ്ണയൊന്നും അല്ല. ഇതിനകത്ത് നമ്മളങ്ങനെ ദോഷം ചെയ്യുന്ന യാതൊരു ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിതിനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓരോരോ സ്റ്റേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഈ ഒരു കയ്യിൽ പൊക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മഞ്ഞളുടെ ചെറിയ ചെറിയ കണ്ടൻറ്റാണ്. അപ്പോൾ ആ മഞ്ഞളുടെ കളറെല്ലാം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഉണങ്ങിയിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഏകദേശം എണ്ണയ്ക്കൊന്ന് ചൂടായി വരുന്നൊരു സമയത്ത് സിമ്മിലിട്ടിട്ട് തന്നെ നമ്മൾ ഈ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഉലുവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒരു കാരണവശാലും ഇത് ഇളക്കി മതിയാവുന്ന സമയത്ത് ഇതാവുന്നില്ലല്ലോ എന്നാൽ കുറച്ചിതൊന്ന് പെട്ടെന്നാവട്ടെ വിചാരിച്ച് തീ കൂട്ടിയിടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഉലുവ അങ്ങ് കരിഞ്ഞു പോകും. ഉലുവ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എണ്ണയുടെ ഗുണം നമുക്കങ്ങ് പകുതി കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എടുത്തു പറയുന്നത് കേട്ടോ. നമുക്കെല്ലാവർക്കും കുറച്ച് ക്ഷമ കുറവുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നാലും മെജോറിറ്റി ആൾക്കാർക്കും ക്ഷമ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങൾക്കത് ബോറടിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എനിവേ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൂടാക്കി വരുമ്പോഴത്തേക്കും ഉലുവയുടെ കളറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ലാസ്റ്റായി വരുമ്പോഴത്തേക്കും ഉലുവ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എണ്ണയുടെ ഒരു അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ എന്ത് വന്നു, ചെറിയ രീതിയിൽ ഇങ്ങനെ പത പോലെ വന്നു അല്ലേ. അവിടുന്ന് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും പത. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല യെല്ലോ കളറിൽ പത ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ മുകളിലോട്ട് വരുവാണ് അല്ലേ.
അപ്പോൾ ഈ പൊങ്ങി വരുന്ന സ്റ്റേജ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ പൊങ്ങി വരുന്ന സ്റ്റേജ് നമ്മളങ്ങ് കെയർലെസ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇതങ്ങ് പൊങ്ങി താഴേക്ക് തിളച്ച് തൂവി മൊത്തം എണ്ണ അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എണ്ണ ഉണ്ടാക്കണവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പാത്രത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട്. 1/4 ഭാഗം എണ്ണയും 3/4 ഭാഗം സ്പേസും ഒഴിച്ചിടുന്ന രീതിയിൽ വേണം എണ്ണ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, നമ്മളിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരഭാഗത്തിനും താഴെയായിരുന്നു എണ്ണ ഉണ്ടായിരുന്നത്. എന്നിട്ടും കണ്ടോ നിങ്ങൾ പതച്ചു പൊങ്ങിയത് കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അഥവാ ഈ ഒരു ലെവലിൽ പൊങ്ങി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനടി തീ ഓഫ് ചെയ്തോണം. തീ ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് പതച്ചു പൊങ്ങി തൂവിപ്പോവും. തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പത ഇങ്ങനെ മെല്ലെ താഴ്ന്നു വരും. ഈ താഴ്ന്നു വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ തീ സിമ്മിലിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 തവണയായിട്ട് ഇതിങ്ങനെ ഈ പത ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴേക്ക് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് വീണ്ടും അതിങ്ങനെ പൊങ്ങി വരും. ആ പൊങ്ങി വന്ന് അങ്ങനെ ഒരു 2-3 തവണയായിട്ട് ഇത് പൊങ്ങുക താഴുക ഇങ്ങനെ വരും കേട്ടോ ഈ പദ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എണ്ണ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ വളരെ പരിചിതമായിരിക്കും. ഇതില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പം എൻ്റെ 1-2 തവണ പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വീണ്ടും ഇതിങ്ങനെ പതിയെ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പൊങ്ങി പോകുന്നതിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരട്ടെ. ഇതാ കണ്ടോ, ഇത്ര പെട്ടെന്നായിരിക്കും അതിങ്ങനെ പൊങ്ങിയിട്ട് നമുക്കന്ന് ഒന്നിനുമുള്ളൊരു സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എങ്ങാനും നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് പതച്ചു പൊങ്ങി തൂവുമോ എന്നൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒട്ടും സമയം വൈകിക്കരുത്, പെട്ടെന്ന് തീ ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ഓർമ്മ വേണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മേലേക്ക് ആയിട്ടോ നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ നമുക്കൊരു അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കി കഴിയുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഏകദേശ സമയമാണ് പറയുന്നത്, കറക്റ്റ് ക്ലോക്കിൽ നോക്കി ഇത്ര സമയം എന്നൊന്നും പറയല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ പതയൊക്കെ ഇങ്ങനെ മാറിയിട്ട് ചെറിയൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ വലുതായി എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇതിങ്ങനെ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി അതിങ്ങനെ വലുതായി വരും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വെറുതെ ഈ ഒരു കയ്യിലെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കുന്നത് വിട്ടു കൊടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് കൈയ്യെടുക്കാം. ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. ഇടയ്ക്ക് കൈയ്യെടുക്കാം, പക്ഷേ ഒരുപാടങ്ങ് ഗ്യാപ്പ് വരാൻ പാടില്ല, ഉലുവ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇളക്കി കഴിഞ്ഞ് നമ്മൾ കയ്യിലെടുത്തപ്പോഴും കണ്ടോ വീണ്ടും അതിങ്ങനെ വലുതായി വരുവാണ്. ആ വട്ടം എത്രയായിരുന്നു ഉണ്ടായിരുന്നത് ആ വട്ടത്തിൽ തന്നെ നിന്ന് വീണ്ടും ഇങ്ങനെ സമയം പോകുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ വലുതായി വരിക. ഇപ്പം കണ്ടോ അതിൻ്റെ വട്ടം നേരത്തെ കണ്ടതുപോലെയല്ല, കുറച്ചുകൂടെ വലുതായി വരും. അപ്പോൾ ഇങ്ങനെ പോവേ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതച്ചു വന്നിരിക്കുന്ന ആ പതയെല്ലാം മാറിയിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഉലുവയുടെ കളർ എങ്ങനെ മാറിയിട്ടുണ്ടാവും എന്നുള്ളത്. കണ്ടോ, ഇതുപോലെ മാറിയിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കാണുന്നില്ലേ, ഒരു 2-3-4 എണ്ണമൊക്കെ ആയിട്ട് അത് കുറച്ച് കരിഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ക്യാമറയും ഇതും എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ശ്രദ്ധ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ശ്രദ്ധ വിടരുത്, വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കാര്യങ്ങൾക്കൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ ഇവിടെ ഒരു 95% റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പം കണ്ടോ ആ വെള്ളവും കാര്യങ്ങളെല്ലാം മാറിയിട്ട് ഒരൊറ്റ എണ്ണയായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ആ ഒരു എണ്ണയിൽ ഒട്ടും തന്നെ വെള്ളം കാണാൻ പറ്റുന്നില്ല. മറ്റേത് നമ്മൾ എണ്ണയിലൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബബിൾ പോലെ പൊങ്ങി കിടക്കില്ലേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രൗൺ കളർ കാണാം. ഇത് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മഞ്ഞളുടെ കണ്ടൻറ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു എണ്ണയുടെ ആ ഒരു കറക്റ്റ് എന്താ പറയുക മൂപ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. പാകം എന്ന് പറയില്ലേ, ആ ഒരു പാകം അതാണ്. ഇപ്പോൾ സംഭവം കിടിലനായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം എണ്ണയെ ഇങ്ങനെ വെറുതെ അങ്ങ് തുറന്നിടുക. ഇപ്പം തന്നെ നമ്മൾ അടച്ചു വെക്കരുത്. ആ ഒരു ചൂടും ആ ഒരു തിളയും ഒക്കെ അങ്ങനെ മാറുന്നവരെ കുറച്ച് സമയം നമ്മൾ അങ്ങ് വെറുതെ വെക്കാം. ഇത്ര സമയം എന്നൊന്നുമില്ല, ഏകദേശം കുറച്ച് സമയം ഒന്ന് ഇളം ചൂടാവുന്ന വരെ അങ്ങ് വെറുതെ വയ്ക്കുക. എന്നതിന് ശേഷം നല്ലൊരു മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കുക. എൻ്റെ കയ്യിൽ ഈ പാകത്തിനുള്ള മൂടി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് രാത്രി പോയി കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് എണ്ണയുടെ അവസ്ഥ ഉണ്ടാവുക. അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന ഉലുവയൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ താഴെ ഉണ്ടാവും, എണ്ണ മുകളിൽ ഊറി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് നല്ല ഉണങ്ങിയ ഒരു അരിപ്പ വെച്ചിട്ട് നല്ല ഗ്ലാസ് ജാറിനകത്തേക്ക് ഈ ഒരു എണ്ണ മാറ്റി വയ്ക്കാം.
അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. അത് നമുക്ക് ഗ്ലാസ് ജാറിനകത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ആ മാറ്റി വെക്കുന്ന ജാറിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയ ജാറായിരിക്കണം. തുണിയൊക്കെ വെച്ച് തുടച്ച് ഒട്ടും ഈർപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതിലേക്കാവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ കേടായി പോവും. എണ്ണ കേടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 1 വർഷത്തോളം ഈ എണ്ണ ഒന്നും ആവില്ല കേട്ടോ. ഇനി 2 3 കുരുമുളകിൻ്റെ വേണമെങ്കിൽ കുരുമുളകിൻ്റെ ആ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് എണ്ണ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ അമ്മമ്മയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എണ്ണ കേടാവൊന്നുമില്ല. ഈ ജാറ് നമ്മളെപ്പോഴും നനവില്ലാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നാളത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറി ഹെയർ നല്ല കരുത്തോടു കൂടി വളരാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ നാളെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തേച്ച് കുളിക്കേണ്ടത്, മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നാളത്തെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ ചാനൽ. ബൈ, ടേക്ക് കെയർ.